ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചുകൂടെ അപ്പോൾ ഇന്നത്തെ ഒരു ചലഞ്ച് വീഡിയോ ആണ്. ഞാൻ ഇന്നതാ ആമി ആയിട്ടാണ് ചലഞ്ച് വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ആമി മീ ഓർ അപ്പ, അതായത് അമ്മ ഓർ അപ്പ. അമ്മ കുറച്ച് ക്വസ്റ്റ്യൻസ് ആമിനോട് ചോദിക്കും. അപ്പോൾ ആമി അത് അപ്പയാണോ അമ്മയാണോ അത് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഓക്കെ, സിമ്പിൾ. അപ്പൊ നമുക്ക് ലാത്തടിച്ച സമയങ്ങൾ വേണ്ടാ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ചലഞ്ച് അമ്മ ഓർ അപ്പ. ഓക്കെ, യെസ്. കുറച്ചും കൂടി തിരിഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗ്രി, അതായത് ദേഷ്യം കൂടുതൽ അപ്പയ്ക്കാണോ അമ്മയ്ക്കാണോ? അപ്പയ്ക്ക്. അപ്പയ്ക്ക്. വൈ? നല്ല ദേഷ്യക്കാരനാണ്. യെസ്. ഓക്കെ, ദെൻ ഇപ്പം നമ്മൾ അപ്പയും അമ്മയൊക്കെ തല്ലുകൂടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സോറി പറയാൻ ആരാണ്? അപ്പം തന്നെ. അപ്പനാണ് അപ്പോൾ ഫസ്റ്റ് സോറി പറയുന്നത് അല്ലേ? ഓക്കെ, പിന്നെ കുറച്ച് ലേസി ആയിട്ട്, അതായത് കുറച്ച് മടി കൂടുതലുള്ളത് ആർക്കാ? അപ്പനെ തന്നെ. ഒക്കെ അപ്പനെ തന്നെയാണോ കൂടുതൽ? പറയാം. പിന്നെ കെയറിങ് ആരാ? കുറച്ചും കൂടി തിരിഞ്ഞിരുന്നു. കൂടുതൽ കെയർ ചെയ്യുന്നത് ആരാ? അത് അമ്മ തന്നെ. മദർ. ഓക്കെ, പിന്നെ സപ്പോർട്ടീവ് ആരാ? സപ്പോർട്ടീവ്, അതായത് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഓക്കെ അത് നീ ചെയ്യേ എന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? അപ്പന. ഉറക്കെ പറ. അപ്പ. ഓക്കെ, അമ്മ സപ്പോർട്ട് ചെയ്യില്ലേ? അപ്പോൾ സപ്പോർട്ട് ചെയ്യും, പക്ഷെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അപ്പയാണ് അല്ലേ? യെസ്. അപ്പയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അപ്പ തന്നെയാണ് എല്ലാവരുടെയും സപ്പോർട്ടാക്കുക കേട്ടോ. പിന്നെ നന്നായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ആരാ? മനസ്സിലായില്ലേ? മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നീ അത് വിട്, നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൻ. ഓക്കെ, രണ്ടുപേരും, അതായത് അപ്പ ഓർ അമ്മാല് ദുരന്തം ആരാ? അതായത് ഇങ്ങനെ എന്താ പറയുക, പൊട്ടത്തരൊക്കെ പറയുന്നത്. എനിക്കറിയാമായിരുന്നു ഇത് ഇവളെ എൻ്റെ പേരായിരിക്കും പറയാന്നുള്ളത്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ട്രാവൽ ചെയ്യാനായിട്ട് കൂടുതൽ ഇഷ്ടം ആർക്കാണ്? അപ്പയ്ക്കാണോ അമ്മയ്ക്കാണോ? അമ്മയ്ക്കാണ്. തീരെ ഇഷ്ടമല്ല, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ലേ? പിന്നെ അപ്പയാണോ അമ്മയാണോ പെട്ടെന്ന് ഇമോഷണൽ ആവാ, അതായത് കരയുക? ഓക്കെ, പിന്നെ വന്നിട്ട് കൂടുതൽ റൊമാൻറ്റിക് ആരാ? അപ്പന. റൊമാൻറ്റിക് ആവാരാ? റൊമാൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നേരത്തെ സപ്പോർട്ടീവിന് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വെച്ച് നിനക്ക് റൊമാൻസ് എന്ന് പറയുമ്പോൾ അറിയും, നീ ഡൗട്ടൊന്നും ചോദിക്കണില്ലല്ലോ എന്ന്. റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്നേഹിക്കില്ലേ, അത് അപ്പയാണോ അമ്മയാണോ സ്നേഹിക്കുക? അമ്മ. ഓക്കെ, പിന്നെ ഞങ്ങൾ രണ്ടുപേരിൽ ആരാണ് ഫുഡി, അതായത് ഫുഡ് കഴിക്കാനായിട്ട് ഇഷ്ടം കൂടുതൽ ആരാണ്? കൂടുതൽ ഫുഡ് കഴിക്കുക? രണ്ടുപേരും കഴിക്കും. പിന്നെ ആരാണ് ഞങ്ങൾ രണ്ടുപേരിൽ വായി നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അതറിയാമല്ലേ, മലയാളം ആയതുകൊണ്ട് അതറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടുപേരിൽ ആരാ കൂടുതൽ വായി നോക്കി? ഓക്കെ, പിന്നെ ഹൂ ഇസ് ദ സൈക്കോ, അതായത് പെട്ടെന്ന് ദേഷ്യം വരാ, ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ആയിട്ട് എപ്പോഴും ദേഷ്യം അങ്ങനെ അപ്പൻ. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട അല്ലേ? അപ്പയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്കും ദേഷ്യം വരും, പക്ഷെ എന്നെക്കാളും കൂടുതൽ ചേട്ടന് പെട്ടെന്ന് ദേഷ്യം വരും. അതുപോലെ തന്നെ കൂളാവും അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ആൾ കൂളാവില്ലേ? കൂളാവുമ്പോ അപ്പൊ എങ്ങനെയാ പറയാ? നമ്മളെ അടുത്ത് എന്താ പറയാ? സോറി പറയും. എന്നിട്ട് പറയും മുത്ത് കെട്ടിപ്പിടുത്ത്, അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഹൂ യൂസ് മൊബൈൽ ഫോൺ മോർ, അതായത് അപ്പയാണോ അമ്മയാണോ ഫോണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക? അമ്മയാണോ കൂടുതൽ യൂസ് ചെയ്യുക? അമ്മ യൂട്യൂബിന്റെ ആവശ്യങ്ങൾക്കല്ലേ ഫോൺ യൂസ് ചെയ്യുക. അപ്പ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം യൂസ് ചെയ്യില്ലേ? അമ്മയാണ്. യെസ്, അമ്മ എന്ന ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ പിന്നെന്തൊക്കെയാ ചോദിക്കാം? ഇത്രയും ക്വസ്റ്റ്യൻസ്. ഓക്കെ, മറവി കൂടുതലുള്ളത് ആർക്കാ? അതായത് അമ്മയ്ക്കാണ് മറവി കൂടുതലുള്ളത്. കറക്റ്റാണ് കേട്ടോ. ഇപ്പം ഇതുവരെ ഞാനിപ്പോൾ ഒരു മോർ ദാൻ 10 ക്വസ്റ്റ്യൻസ് ആളുടെ ചോദിച്ചതിൽ ആൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അതായത് നമ്മളെ കുട്ടികൾ കാണുന്നുണ്ട്, അവർ നമ്മളെ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നതിനുള്ള ഒരു പ്രൂഫാണ് ഇത് ആക്ച്വലി, അല്ലേ? യെസ്. പിന്നെ ആർക്കാണ് കൂടുതൽ സീക്രട്ട് സൂക്ഷിക്കാനൊക്കെ അറിയാം? സീക്രട്ട് എന്ന് പറഞ്ഞാൽ രഹസ്യം, അങ്ങനെ രണ്ടാൾക്കും അറിയാം. ഓക്കെ, പിന്നെ ഹൂ ഇസ് മോർ എക്സ്പെൻസീവ്, പൈസ കൂടുതൽ ചിലവാക്കാറ് അപ്പയാണോ അമ്മയാണോ? അമ്മ എന്തിനൊക്കെയാ പൈസ ചിലവാക്കുക? സ്വിഗ്ഗി, എന്താ പറയാ,
ഇന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അമ്മ മാത്രമാണോ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക? ചിലപ്പോൾ അമ്മ, ചിലപ്പോൾ ഞങ്ങളെയും കൊണ്ട്. പിന്നെ പിന്നെ എന്തിനൊക്കെയാണ് അമ്മ എക്സ്പെൻസീവ് ആയിട്ടുള്ളത്? ഫ്ലിപ്കാർട്ടിൽ നിന്ന് അത് ഇതൊക്കെ വാങ്ങാനായിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം, അതായത് ആമിക്കും മേരത്തിനും അമ്മ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാനായിട്ട് എക്സ്പെൻസ് ചെയ്യാറുണ്ടോ? ആ ഉണ്ട്. ഒക്കെ കാണുന്നുണ്ട് ഇപ്പോൾ അല്ലേ? ഓക്കെ. പിന്നെ അപ്പയാണോ അമ്മയാണോ കൂടുതൽ സംസാരിക്കുക? മോർ ടോക്കറ്റീവ് ആരാ? അമ്മ. അമ്മയാണ്. കറക്റ്റാണ്. അപ്പം അധികം സംസാരിക്കൂല? യെസ്, സംസാരിക്കും. പക്ഷെ അമ്മയുടെ അത്ര സംസാരിക്കില്ല അല്ലേ? ചലിക്കില്ല. പിന്നെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചിലക്കില്ലാന്നോ? ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പയ്ക്കാണോ അമ്മയ്ക്കാണോ ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുന്ന ആരാ? അമ്മ. അമ്മ 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 അമ്മ. അവൾ ആദ്യം ഒക്കെ അപ്പ അപ്പ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പേരിൽ അവൾക്കൊന്നും പറയാനുണ്ടാവില്ല എന്ന്. പക്ഷേ എൻ്റെ മനസ്സങ്ങോട്ട് നിറഞ്ഞു ആമി. ഓക്കെ. അപ്പോൾ അപ്പേനെയും അമ്മേനെയും പൊന്നു ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പിള്ളേരോട് ചോദിച്ചു നോക്കൂട്ടോ. അപ്പോൾ പിള്ളേർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ, എങ്ങനെയാണ് നിങ്ങളെ വിലയിരുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്കും അറിയാൻ പറ്റും. ഓക്കെ. ആമി എങ്ങനെയുണ്ടായിരുന്നു ചലഞ്ച്? ഫസ്റ്റ് ടൈം അല്ലേ ആമി ഇങ്ങനെ ഒരു വീഡിയോയിലൊക്കെ അങ്ങനെയൊക്കെ വരണത്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഇനി നമുക്കിപ്പോൾ വെക്കേഷനാണ്, 2 month വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അമ്മ ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാനൊക്കെ വിളിക്കുമ്പോൾ ആമി വരുമോ? യെസ്. ഇഷ്ടമായോ ചലഞ്ച് വീഡിയോസൊക്കെ ചെയ്യാൻ? യെസ്. ചലഞ്ചും പിന്നെ ആക്ടിവിറ്റി അതൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവരോടും നമ്മളുടെ ചാനലൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒന്ന് പറഞ്ഞു. എല്ലാവരും സപ്പോർട്ട് കുറച്ച് നല്ല ഇതായിട്ട് പറയാം, കുറച്ച് എനർജറ്റിക് ആയിട്ട് പറയാം. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. പിന്നെ കഴിഞ്ഞോ? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ആക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ് ചെയ്തിട്ട് കൂടെ കൂടുക. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, സീ യു.